ടോപ്പ് ട്യൂഷനിലൂടെ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ എങ്ങനെയെല്ലാമാണ് നമ്മുടെ ക്ലൈമറ്റുകളെയും പരീക്ഷയിലെ മാർക്കിനെയും സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ടെമ്പറേച്ചർ അഥവാ താപനില, പ്രഷർ അഥവാ മർദ്ദം, വിൻഡ് അഥവാ കാറ്റ്, ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത, പ്രസിപ്പിറ്റേഷൻ അഥവാ വർഷണം തുടങ്ങിയ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനുകളെ അടിസ്ഥാനപരമായി എലമെന്റ്സ് ഓഫ് വെതർ എന്ന് വിളിക്കുന്നു. വെതർ അഥവാ കാലാവസ്ഥ എന്നത് ഒരു ചെറിയ സമയത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനുകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ ക്ലൈമറ്റ് എന്നത് ഏകദേശം 35 മുതൽ 40 വർഷം വരെയുള്ള ദീർഘകാലത്തെ ശരാശരി വെതർ കണ്ടീഷനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു പ്രത്യേക റീജിയനിലെ ക്ലൈമറ്റ് അവിടുത്തെ അഗ്രികൾച്ചറൽ പ്രാക്ടീസുകളെയും ഹ്യൂമൻ ആക്ടിവിറ്റികളെയും അവിടെയുള്ള ഡൈവേഴ്സായ പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫിനെയും വളരെയധികം സ്വാധീനിക്കുന്നു. ക്ലൈമറ്റ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ക്ലോത്തിംഗ്, സെറ്റിൽമെന്റ് പാറ്റേൺസ്, ഓക്യുപ്പേഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് എന്നിവയെയും സ്വാധീനിക്കുന്നു. നമ്മുടെ കൺട്രിയുടെ ഇത്തരം പാറ്റേണുകൾ പഠിക്കാനും പ്രവചിക്കാനുമായി ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ IMD ഇന്ത്യയിലുടനീളവും അന്റാർട്ടിക്കയിലും നൂറുകണക്കിന് ഒബ്സർവേഷൻ സ്റ്റേഷൻസ് പ്രവർത്തിപ്പിക്കുകയും ക്രിട്ടിക്കൽ വെതർ ഫോർകാസ്റ്റുകൾ നൽകുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഹീലിയം രൂപപ്പെടുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന റിയാക്ഷനിലൂടെ സൂര്യൻ ഭൂമിക്ക് തുടർച്ചയായി എനർജി നൽകുന്നു. ഈ മാസീവ് എനർജി ഷോർട്ട് വേവ്സായി നമ്മളിലേക്ക് സഞ്ചരിക്കുന്നു. ഇതിൽ എർത്ത് സർഫസിലെത്തുന്ന ചെറിയ ഒരു ഭാഗത്തെ ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നു. ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ഹൈ ഫ്രീക്വൻസി ഷോർട്ട് വേവ്സായി എത്തുന്നതുകൊണ്ട് അറ്റ്മോസ്ഫിയറിനെ നേരിട്ട് ഹീറ്റ് ചെയ്യാതെ അവ അതിലൂടെ കടന്നുപോകുന്നു. പകരം എർത്ത് സർഫസ് ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും തുടർന്ന് കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ലോങ് വേവ് ടെറസ്ട്രിയൽ റേഡിയേഷൻ തുടങ്ങിയ ഫിസിക്കൽ പ്രോസസ്സുകളിലൂടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിനെ വാം ചെയ്യുകയും ചെയ്യുന്നു. കണ്ടക്ഷൻ എർത്ത് സർഫസുമായി നേരിട്ട് ടച്ച് ചെയ്യുന്ന ലോവർ അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. കൺവെക്ഷൻ വാം എയർ എക്സ്പാൻഡ് ചെയ്യുകയും റൈസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഹീറ്റ് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അഡ്വെക്ഷൻ മൂവിംഗ് വിൻഡ്സിലൂടെ ഹീറ്റ് തിരശ്ചീനമായി ട്രാൻസ്ഫർ ചെയ്യുന്നു. റേഡിയേഷൻ ചൂടായ എർത്ത് സർഫസിൽ നിന്ന് പുറപ്പെടുന്ന ലോങ് വേവ്സിന്റെ രൂപത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എർത്ത് സർഫസിൽ നിന്നുള്ള എനർജി ലോങ് വേവ്സായി റേഡിയേറ്റ് ചെയ്യുന്നതിനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നു. അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസുകൾ ഈ ടെറസ്ട്രിയൽ റേഡിയേഷന്റെ ഒരു ഭാഗം അബ്സോർബ് ചെയ്യുകയും അറ്റ്മോസ്ഫിയറിനെ വാം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ ഗ്രീൻഹൌസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. സ്റ്റേബിളായ ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ നമ്മുടെ പ്ലാനറ്റ് ഹീറ്റ് ബജറ്റ് ഓഫ് ദി എർത്ത് എന്ന ബാലൻസിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നു. ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ 100 യൂണിറ്റ് സോളാർ എനർജി എത്തുന്നു എന്ന് സങ്കൽപ്പിച്ചാൽ 35 യൂണിറ്റുകൾ ഉടനടി സ്പേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. 14 യൂണിറ്റുകൾ ക്ലൗഡ്സും ഡസ്റ്റും പോലുള്ള അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസും അബ്സോർബ് ചെയ്യുന്നു. ബാക്കി കൃത്യം 51 യൂണിറ്റുകൾ ഫൈനലി എർത്ത് സർഫസിൽ നേരിട്ടെത്തുകയും അതിനെ ഹീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഭൂമി പിന്നീട് ഈ എനർജി 17 യൂണിറ്റുകൾ നേരിട്ട് സ്പേസിലേക്ക് റേഡിയേറ്റ് ചെയ്തും 34 യൂണിറ്റുകൾ അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തും തിരികെ നൽകുന്നു. ഇത് അവസാനം ഔട്ട്വേർഡായി റേഡിയേറ്റ് ചെയ്യപ്പെടുകയും എർത്ത് ടെമ്പറേച്ചർ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഹീറ്റ് എന്നത് ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ മോളിക്യുലാർ എനർജിയെ സൂചിപ്പിക്കുന്നു. ഇത് ജൂൾ എന്ന യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ എന്നത് ഒരു ഒബ്ജക്റ്റിന്റെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് സാധാരണയായി ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ കെൽവിൻ എന്നിവയിലാണ് മെഷർ ചെയ്യുന്നത്. തുടർച്ചയായ ഇൻസുലേഷൻ കാരണം സൂര്യോദയത്തിനു ശേഷം എർത്ത് സർഫസിലെ ടെമ്പറേച്ചർ ക്രമേണ വർദ്ധിക്കുന്നു. അറ്റ്മോസ്ഫിയർ ഹീറ്റപ്പ് ആകാൻ സമയമെടുക്കുന്നതിനാൽ സാധാരണയായി ഉച്ചയ്ക്ക് 2 മണിയോടെ ഇത് മാക്സിമം എത്തുന്നു. നൈറ്റ് ടൈമിൽ തുടർച്ചയായ ടെറസ്ട്രിയൽ റേഡിയേഷൻ എർത്ത് സർഫസിനെയും അറ്റ്മോസ്ഫിയറിനെയും കൂൾ ചെയ്യുന്നു. ഇത് സൂര്യോദയത്തിന് തൊട്ടുമുൻപ് മിനിമം ടെമ്പറേച്ചർ ഉണ്ടാകാൻ കാരണമാകുന്നു. മെറ്റിയോറോളജിസ്റ്റുകൾ ഈ ഡെയിലി എക്സ്ട്രീംസ് സെൽഷ്യസിലോ ഫാരൻഹീറ്റിലോ ആക്യുറേറ്റായി റെക്കോർഡ് ചെയ്യാൻ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന ഷേപ്ഡ് ഗ്ലാസ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നു. ഒരു സിംഗിൾ ഡേയിലെ ഹയസ്റ്റ് ടെമ്പറേച്ചറും ലോവസ്റ്റ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെ ഡൈയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൂടി ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ലൊക്കേഷനിലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്ലോബൽ ടെമ്പറേച്ചർ പാറ്റേൺസ് അനലൈസ് ചെയ്യാൻ ജിയോഗ്രാഫേഴ്സ് ഒരേ ടെമ്പറേച്ചറുള്ള വിവിധ സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് മാപ്പുകളിൽ ഐസോതേർംസ് എന്ന ഇമാജിനറി ലൈൻസ് വരയ്ക്കുന്നു. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ക്രമേണ ഡിക്രീസ് ചെയ്യുന്നു എന്ന് ഐസോതേർം മാപ്പുകൾ വ്യക്തമായി കാണിക്കുന്നു.
ലാൻഡ് സീ ബൗണ്ടറികൾക്ക് സമീപം ഐസോതേർംസ് പലപ്പോഴും ബെൻഡ് ചെയ്യുന്നു, കാരണം ലാൻഡും വാട്ടറും ഡിഫറന്റ് റേറ്റിലാണ് ഹീറ്റ് ആവുന്നതും കൂൾ ചെയ്യുന്നതും. സമുദ്രങ്ങൾ വലിയ ഏരിയ കവർ ചെയ്യുന്ന സദേൺ ഹെമിസ്ഫിയറിൽ ഐസോതേർംസ് ലാറ്റിറ്റ്യൂഡുകൾക്ക് കൂടുതൽ പാരലലായി കാണപ്പെടുന്നു. മറ്റൊരു പ്രധാന ഇമാജിനറി ലൈനാണ് കേർമൽ ഇക്വേറ്റർ എന്നത്. ഓരോ ലോഞ്ചിറ്റ്യൂഡിലും ഹയസ്റ്റ് മീൻ ആനുവൽ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നു. എർത്തിന്റെ സ്ഫെറിക്കൽ ഷേപ്പ് കാരണം സൂര്യരശ്മികൾ ഇക്വറ്റോറിയൽ റീജിയനിൽ കൂടുതൽ ഡയറക്റ്റായി പതിക്കുന്നു. ഇത് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ എർത്തിനെ ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺസ്, ഫ്രിജിഡ് സോൺസ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം ലോക്കൽ ടെമ്പറേച്ചറിനെ സിഗ്നിഫിക്കന്റായി ഇമ്പാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകൾ പ്ലസന്റായി കൂളായി തുടരുന്നത്. നോർമൽ ലാപ്സ് റേറ്റ് അനുസരിച്ച് ഓരോ കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിനും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഫ്രം ദ സീ മറ്റൊരു മേജർ ടെമ്പറേച്ചർ കൺട്രോളാണ്. കാരണം കോസ്റ്റൽ ഏരിയാസിൽ സീ ബ്രീസിന്റെയും ലാൻഡ് ബ്രീസിന്റെയും ഇൻഫ്ലുവൻസ് മൂലം മോഡറേറ്റ് ക്ലൈമറ്റുകൾ അനുഭവപ്പെടുന്നു. കടലിൽ നിന്ന് ദൂരെയുള്ള ഇൻലാൻഡ് റീജിയനുകളിൽ പകൽ സമയത്ത് ഇന്റൻസ് ഹീറ്റും നൈറ്റ് ടൈമിൽ ഷാർപ്പ് കൂളിംഗും അനുഭവപ്പെടുന്നു. ഇത് വളരെ ഉയർന്ന ഡയൂണൽ ടെമ്പറേച്ചർ റേഞ്ചിന് കാരണമാകുന്നു. ഭൂപ്രകൃതിയും ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സൂര്യന് ഡയറക്റ്റായി ഫേസ് ചെയ്യുന്ന മൗണ്ടൻ സ്ലോപ്പുകൾക്ക് കൂടുതൽ സൺലൈറ്റ് ലഭിക്കുകയും അതുകൊണ്ട് കൂടുതൽ വാം ആവുകയും ചെയ്യുന്നു. എന്നാൽ ഓപ്പോസിറ്റ് സ്ലോപ്പുകൾ റിലേറ്റീവ്ലി കൂളറായി തുടരുന്നു. ഓഷ്യൻ കറന്റ്സ് കോസ്റ്റൽ ലാൻഡ് മാസുകളുടെ ടെമ്പറേച്ചർ റെഗുലേറ്ററുകളായി ആക്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന്, വാം നോർത്ത് അറ്റ്ലാന്റിക് കറന്റ് വെസ്റ്റേൺ യൂറോപ്പിനെ സിവിയർ കോൾഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നാൽ കോൾഡ് ലാബ്രഡോർ കറന്റ് നോർത്ത് ഈസ്റ്റേൺ കാനഡയിൽ സിമിലർ ലാറ്റിറ്റ്യൂഡുകളിലായിരുന്നിട്ടും ഫ്രീസിംഗ് കണ്ടീഷൻസ് ഉണ്ടാക്കുന്നു. എല്ലാ ഫിസിക്കൽ മാറ്ററിനെയും പോലെ അറ്റ്മോസ്ഫിയറിക് എയറിനും വെയിറ്റുണ്ട്. അത് എർത്ത് സർഫസിൽ പ്രയോഗിക്കുന്ന ഡൗൺവേർഡ് ഫോഴ്സിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നു. ഈ ഇൻവിസിബിൾ പ്രഷർ മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ അനറോയിഡ് ബാരോമീറ്റർ പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. ഇത് സാധാരണയായി മില്ലിബാർ അഥവാ MB അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ HPA എന്നിവയിൽ റെക്കോർഡ് ചെയ്യുന്നു. ആവറേജ് സീ ലെവൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏകദേശം 1013.2 MB ആണ്. അറ്റ്മോസ്ഫിയറിക് എയർ ഹീറ്റപ്പ് ആകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുകയും റൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ലോ പ്രഷർ റീജിയനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. എയർ കൂളാകുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യുകയും സിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഹൈ പ്രഷർ റീജിയനുകൾ ഫോം ചെയ്യുന്നു. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു, കാരണം അറ്റ്മോസ്ഫിയറിക് ഡെൻസിറ്റി തിന്നറാകുന്നു. ഏകദേശം ഓരോ 10 മീറ്റർ എലിവേഷനും 1 MB എന്ന റേറ്റിൽ പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നു. ഹൈലി ഹ്യൂമിഡ് എയർ ഡ്രൈ എയറിനേക്കാൾ ലൈറ്ററാണ്, കാരണം വാട്ടർ വേപ്പർ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഹെവിയർ ഗ്യാസുകളെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ജനറലി ഡിക്രീസ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പാറ്റേണുകൾ പ്രോപ്പറായി മാപ്പ് ചെയ്യാൻ ജിയോഗ്രാഫേഴ്സ് ഐഡന്റിക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള ലൊക്കേഷനുകളെ കണക്ട് ചെയ്യുന്ന സ്മൂത്ത് ഇമാജിനറി ലൈനുകളായ ഐസോബാർസ് ഉപയോഗിക്കുന്നു. എർത്തിന്റെ റൊട്ടേഷനും വേരിയേഷനുള്ള തെർമൽ കണ്ടീഷനും കാരണം ലാറ്റിറ്റ്യൂഡുകളിലിടനീളം പെർമനന്റ് പ്രഷർ സോണുകളായ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഫോം ചെയ്യുന്നു. ഇക്വേറ്ററിലെ ഇന്റൻസ് ഹീറ്റ് എയർ എക്സ്പാൻഡ് ചെയ്യാനും കണ്ടിന്യൂസ് ആയി റൈസ് ചെയ്യാനും കാരണമാകുന്നു. ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് രൂപപ്പെടുത്തുന്നു. കാമായ വിൻഡ്ലെസ് സോൺ ആയതിനാൽ ഇതിനെ ഡോൾഡ്രംസ് എന്നും വിളിക്കുന്നു. പോൾസിൽ എക്സ്ട്രീംലി കോൾഡ് എയർ കണ്ടിന്യൂസ് ആയി കോൺട്രാക്ട് ചെയ്യുകയും സിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുത്തുന്നു. ഇക്വേറ്ററിന് സമീപം റൈസ് ചെയ്യുന്ന വാം എയർ അപ്പർ അറ്റ്മോസ്ഫിയറിലൂടെ പോൾവാർഡായി മൂവ് ചെയ്ത് ഗ്രാജുവലി കൂളായി 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡുകളിൽ സിങ്ക് ചെയ്യുന്നു. ഇത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്രോക്സിമേറ്റ്ലി 60 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡുകളിൽ എർത്തിന്റെ റൊട്ടേഷൻ വായു കണ്ടിന്യൂസായി റൈസ് ചെയ്യാൻ കാരണമാകുന്നു. ഇത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുത്തുന്നു. ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് പെർമനന്റായി ഫിക്സഡ് അല്ല. സീസണിനും സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റിനുമനുസരിച്ച് ഇത് നാച്ചുറലി ഏകദേശം 5 to 10 ഡിഗ്രി നോർത്ത്വേർഡ് അല്ലെങ്കിൽ സൗത്ത്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിലെ പ്രഷർ ഡിഫറൻസുകൾ എയർ മൂവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. എയറിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റുകളെ എയർ കറന്റ്സും ഹൈ പ്രഷർ റീജിയനുകളിൽ നിന്ന് ലോ പ്രഷർ റീജിയനുകളിലേക്കുള്ള എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെ വിൻഡ്സ് എന്നും വിളിക്കുന്നു. വിൻഡ്സിന്റെ ഡയറക്ഷൻ
എർത്തിന്റെ റൊട്ടേഷൻ മൂലമുണ്ടാകുന്ന കോറിയോലിസ് ഫോഴ്സ് സ്ട്രോങ് ആയി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഈ ഇഫക്റ്റ് കാരണം വിൻഡ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. വിൻഡ് സ്പീഡും ഇന്റൻസിറ്റിയും മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും എന്നിങ്ങനെ ഘടകങ്ങളാണ്. ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലെ ഡിഫറൻസിനെയാണ് പ്രഷർ ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത്. ഒരു സ്റ്റീപ്പ് പ്രഷർ ഗ്രേഡിയന്റ് സ്ട്രോങ് വിൻഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. മൗണ്ടൻസ്, ഫോറസ്റ്റ്, ബിൽഡിംഗ്സ് എന്നിവ മൂലമുണ്ടാകുന്ന ഗ്രൗണ്ട് ഫ്രിക്ഷൻ വിൻഡ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. അതുകൊണ്ടാണ് റഗഡ് ലാൻഡ് സർഫസുകളേക്കാൾ ഓപ്പൺ ഓഷ്യൻസിനു മുകളിൽ വിൻഡ്സ് ഫാസ്റ്ററായി മൂവ് ചെയ്യുന്നത്. വിൻഡ് ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വിൻഡ് വെയിൻ എന്ന ഇൻസ്ട്രുമെന്റും വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ അനിമോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റും മീറ്റിയറോളജിസ്റ്റ് ഉപയോഗിക്കുന്നു. വർഷം മുഴുവൻ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കോൺസ്റ്റന്റായി ബ്ലോ ചെയ്യുന്ന വിൻഡ്സിനെ പെർമനന്റ് വിൻഡ്സ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് വിളിക്കുന്നു. ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ്, പോളാർ വിൻഡ്സ് എന്നിവ 3 പ്രധാന പെർമനന്റ് വിൻഡ്സ് ആണ്. ട്രേഡ് വിൻഡ്സ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് ബ്ലോ ചെയ്യുന്നു. കൊറിയോലിസ് ഇഫക്റ്റ് കാരണം ഇവ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സായും സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സായും ബ്ലോ ചെയ്യുന്നു. വെസ്റ്റേർലീസ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റുകളിലേക്ക് ബ്ലോ ചെയ്യുന്നു. സദേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് ബാരിയേഴ്സ് കുറവായതിനാൽ ഈ വിൻഡ്സ് ജനറലി സ്ട്രോങ്ങറാണ്. പോളാർ വിൻഡ്സ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റുകളിലേക്ക് ഔട്ട്വേർഡായി ബ്ലോ ചെയ്യുന്നു. 2 ഹെമിസ്ഫിയറുകളിൽ നിന്നുള്ള ട്രേഡ് വിൻഡ്സ് കൺവേർജ് ചെയ്യുന്ന ഇക്വേറ്ററിന് സമീപമുള്ള റീജിയനെ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ ITCZ എന്ന് വിളിക്കുന്നു. ഈ റെയിൻ ഹെവി സോൺ സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റിനൊപ്പം നോർത്ത്വേർഡായും സൗത്ത്വേർഡായും ഷിഫ്റ്റ് ചെയ്യുന്നു. പീരിയോഡിക്കലായി ഡിറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന വിൻഡ്സിനെ പീരിയോഡിക് വിൻഡ്സ് എന്ന് വിളിക്കുന്നു. ലാൻഡ് ബ്രീസസ്, സീ ബ്രീസസ്, മൗണ്ടെയിൻ ബ്രീസസ്, വാലി ബ്രീസസ്, മൺസൂൺ വിൻഡ്സ് എന്നിവ ഇതിന് എക്സാമ്പിൾസാണ്. ഡേ ടൈമിൽ സമുദ്രത്തേക്കാൾ ഫാസ്റ്ററായി ലാൻഡ് ഹീറ്റപ്പ് ആകുന്നു. ഇത് ലാൻഡിനു മുകളിൽ വാം എയർ റൈസ് ചെയ്യാനും സമുദ്രത്തിൽ നിന്നുള്ള കൂളർ എയർ ഇൻലാൻഡിലേക്ക് മൂവ് ചെയ്യാനും കാരണമാകുന്നു. ഇതിനെ സീ ബ്രീസ് എന്ന് വിളിക്കുന്നു. നൈറ്റിൽ കടലിനേക്കാൾ ഫാസ്റ്ററായി ലാൻഡ് കൂളാകുന്നു. ഇത് ലാൻഡിൽ നിന്നുള്ള കൂൾ എയർ സമുദ്രത്തിലേക്ക് മൂവ് ചെയ്യാൻ കാരണമാകുന്നു. ഇതിനെ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നു. ഡേ ടൈമിൽ മൗണ്ടെയിൻ സ്ലോപ്പുകൾ റാപ്പിഡ്ലി ഹീറ്റപ്പ് ആകുന്നു. ഇത് വാം എയർ റൈസ് ചെയ്യാനും വാലി ഫ്ലോറിൽ നിന്ന് വിൻഡ്സ് അപ്വേർഡായി ബ്ലോ ചെയ്യാനും കാരണമാകുന്നു. ഇതിനെ വാലി ബ്രീസസ് എന്ന് വിളിക്കുന്നു. നൈറ്റിൽ മൗണ്ടെയിൻ സ്ലോപ്പുകൾ ക്വിക്ലി കൂളാകുന്നു. ഇത് കോൾഡ് ഡെൻസ് എയർ വാലികളിലേക്ക് ഡൗൺവേർഡായി ഫ്ലോ ചെയ്യാൻ കാരണമാകുന്നു. ഇതിനെ മൗണ്ടെയിൻ ബ്രീസസ് എന്ന് വിളിക്കുന്നു. ലാൻഡും ഓഷ്യനും തമ്മിലുള്ള ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് കാരണം രൂപം കൊള്ളുന്ന വിൻഡ് ഡിറക്ഷനിലുണ്ടാകുന്ന സീസണൽ റിവേഴ്സലിനെയാണ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. സമ്മർ സീസണിൽ ഇന്റൻസ് ഹീറ്റിംഗ് കാരണം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന് മുകളിൽ സിവിയർ ലോ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുള്ള മോയിസ്റ്റ് വിൻഡ്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സായി കരയിലേക്ക് ബ്ലോ ചെയ്യുകയും വൈഡ് സ്പ്രെഡ് റെയിൻഫോൾ നൽകുകയും ചെയ്യുന്നു. വിന്റർ സീസണിൽ നോർത്ത് ഇന്ത്യയിലുണ്ടാകുന്ന സിവിയർ കൂളിംഗ് ഒരു ഹൈ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഡ്രൈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ് കരയിൽ നിന്ന് ഓഷ്യനിലേക്ക് ബ്ലോ ചെയ്യാൻ കാരണമാകുന്നു. ടെമ്പറേച്ചറിലെയും പ്രഷറിലെയും ലോക്കലൈസ്ഡ് ഡിഫറൻസുകൾ കാരണം രൂപം കൊള്ളുന്ന റീജിയണൽ വിൻഡ്സിനെയാണ് ലോക്കൽ വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ ലൂ വിൻഡ്സ്, നോർത്ത് അമേരിക്കയിലെ വാം ചിനൂക്ക് വിൻഡ്സ്, യൂറോപ്പിലെ ഫോൺ വിൻഡ്സ്, സഹാറ റീജിയനിലെ ഹർമറ്റാൻ വിൻഡ്സ് എന്നിവ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസാണ്. ഡിറക്ഷനും ഇന്റൻസിറ്റിയും റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യുന്ന അൺപ്രഡിക്റ്റബിളായ ഷോർട്ട് ഡ്യൂറേഷൻ വിൻഡ്സിനെയാണ് വേരിയബിൾ വിൻഡ്സ് എന്ന് വിളിക്കുന്നത്. സൈക്ലോൺസ് ആൻഡ് ആന്റി സൈക്ലോൺസ് ഈ കാറ്റഗറിയിൽ പെടുന്നു. വിൻഡ്സ് ഇൻവേർഡായി സ്പൈറൽ ചെയ്യുന്ന ലോ പ്രഷർ സിസ്റ്റമുകളാണ് സൈക്ലോൺസ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻഡ്സ് ആന്റി ക്ലോക്ക് വൈസായും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസായും മൂവ് ചെയ്യുന്നു. ട്രോപ്പിക്കൽ സൈക്ലോൺസ് വാം ട്രോപ്പിക്കൽ ഓഷ്യനുകൾക്ക് മുകളിൽ ഡെവലപ്പ് ചെയ്യുന്നു. ടെമ്പറേറ്റ് സൈക്ലോണുകളേക്കാൾ സൈസിൽ സ്മോളറാണെങ്കിലും ഇവ കൂടുതൽ ഡിസ്ട്രക്റ്റീവാണ്. കൂടാതെ കോസ്റ്റൽ റീജിയനുകളിൽ വയലന്റ് വിൻഡ്സും ഇന്റൻസ് റെയിൻഫോളും നൽകുന്നു. ലാൻഡ് സർഫസുകൾ അവയുടെ എനർജി സോഴ്സ് ഡിസ്റപ്റ്റ് ചെയ്യുന്നതിനാലും ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനാലും ലാൻഡ്ഫോൾ നടത്തിയ ശേഷം ഈ സൈക്ലോൺസ് റാപ്പിഡ്ലി വീക്കനാകുന്നു. ടെമ്പറേറ്റ് സൈക്ലോൺസ് ഫോം ചെയ്യുന്നത് വാം ആൻഡ് കോൾഡ് എയർ മാസുകൾ മീറ്റ് ചെയ്യുന്ന ടെമ്പറേറ്റ് റീജിയനുകളിലാണ്. ഇവ ജനറലി ലാർജർ ആണെങ്കിലും ട്രോപ്പിക്കൽ സൈക്ലോണുകളേക്കാൾ ഡിസ്ട്രക്റ്റീവ്നെസ് കുറഞ്ഞവയാണ്. കൂടാതെ ലാൻഡിലൂടെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. വിൻഡ്സ് ഔട്ട്വേർഡായി സ്പൈറൽ ചെയ്യുന്ന സ്റ്റേബിൾ ഹൈ പ്രഷർ സിസ്റ്റമുകളാണ് ആന്റി സൈക്ലോൺസ്.
വിൻഡ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസായും സദേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസായും ഫ്ലോ ചെയ്യുന്നു. സോളാർ ഹീറ്റ് സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, സോയിൽ, വെജിറ്റേഷൻ എന്നിവയിൽ നിന്ന് വെള്ളത്തെ കണ്ടിന്യൂസായി ഇവാപറേറ്റ് ചെയ്യുമ്പോൾ ഇൻവിസിബിൾ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിൽ എൻ്റർ ചെയ്യുകയും അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഒരു യൂണിറ്റ് വോളിയം എയറിലുള്ള ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറിനെ എബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. അറ്റ്മോസ്ഫിയറിലെ ആക്ച്വൽ മോയ്സ്ചറും ആ ടെമ്പറേച്ചറിൽ എയറിന് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം മോയ്സ്ചറും തമ്മിലുള്ള പെർസെൻറ്റേജ് റേഷ്യോ ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി is equal to absolute humidity divided by total water holding capacity of air into 100. മെറ്റീരിയോളജിസ്റ്റുകൾ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഹൈഗ്രോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നു. ഇത് പലപ്പോഴും വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററുകൾ റെക്കോർഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിഫറൻസുകളെ ആസ്പദമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അറ്റ്മോസ്ഫിയർ അതിന്റെ മാക്സിമം മോയ്സ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റിയിലെത്തിയാൽ അത് സാച്ചുറേഷൻ ലെവൽ കൈവരിക്കുന്നു. ഇത് സംഭവിക്കുന്ന ടെമ്പറേച്ചറിനെ സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നു. സാച്ചുറേഷൻ റീച്ച് ചെയ്തു കഴിഞ്ഞാൽ കണ്ടൻസേഷൻ ബിഗിൻ ചെയ്യുന്നു. കൂൾ നൈറ്റ്സിൽ ഗ്രാസിലും ലീവ്സിലും പോലുള്ള കൂൾഡ് സർഫസുകളിൽ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യുന്നതിനെ ഡ്യൂ എന്ന് വിളിക്കുന്നു. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റിന് താഴെയായാൽ വാട്ടർ വേപ്പർ ഡയറക്റ്റായി ടൈനി ഐസ് ക്രിസ്റ്റൽസായി മാറുന്നു. ഇതിനെ ഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്നു. കണ്ടൻസ് ചെയ്ത വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും എർത്ത് സർഫസിന് ക്ലോസായി സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ വിസിബിലിറ്റി കണ്ടീഷനെ അടിസ്ഥാനമാക്കി അവയെ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് എന്ന് വിളിക്കുന്നു. അറ്റ്മോസ്ഫിയറിക് ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും കണ്ടൻസ് ചെയ്ത മൈക്രോസ്കോപ്പിക് വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ മാസീവ് കളക്ഷനെയാണ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡുകളിൽ ഫോം ചെയ്യുന്ന തിന്നായ ഫെദർ ലൈക്ക് മേഘങ്ങളെ സിറസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നു. ലോവർ അറ്റ്മോസ്ഫിയറിൽ തിക്ക് ലെയർഡായി ഫോം ചെയ്യുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നു. സ്ട്രോങ് കൺവെക്ഷൻ കറന്റ്സ് കാരണം ഫോം ചെയ്യുന്ന ഫ്ലഫി കോട്ടൺ ലൈക്ക് മേഘങ്ങളെ ക്യുമുലസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നു. ഡാർക്കായ ഹെവി റെയിൻ ബെയറിംഗ് മേഘങ്ങളെ നിംബസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നു. വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ ഡെൻസ് കോൺസെൻട്രേഷൻ സൺലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതിനാലാണ് ഇവ ഡാർക്ക് അപ്പിയറൻസിൽ കാണപ്പെടുന്നത്. വ്യത്യസ്ത ക്ലൗഡ് ടൈപ്പുകൾ കമ്പൈൻ ചെയ്ത് സിറോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലോനിംബസ്, നിംബോസ്ട്രാറ്റസ് തുടങ്ങിയ ക്ലൗഡ് സിസ്റ്റങ്ങൾ ഫോം ചെയ്യുന്നു. ക്ലൗഡ് ഡ്രോപ്ലെറ്റ്സ് കണ്ടിന്യൂവസായി മേർജ് ചെയ്യുകയും ഹെവിയർ ആകുകയും ചെയ്യുമ്പോൾ അവ ഒടുവിൽ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതിനെ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നു. പ്രസിപ്പിറ്റേഷന്റെ ഏറ്റവും കോമൺ ഫോമാണ് റെയിൻഫോൾ. ഇത് ലിക്വിഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയാണ് സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ ഫ്രീസിംഗിന് താഴെയുള്ള എക്സ്ട്രീംലി കോൾഡ് ക്ലൈമാറ്റിക് റീജിയനുകളിൽ പ്രസിപ്പിറ്റേഷൻ ടൈനി ഐസ് ക്രിസ്റ്റൽസിന്റെ രൂപത്തിൽ സ്നോഫോളായി സംഭവിക്കുന്നു. സ്ട്രോങ് സ്റ്റോം കറന്റ്സ് ക്ലൗഡ്സിനുള്ളിലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ റിപ്പീറ്റഡ്ലി ഫ്രീസ് ചെയ്യുകയും മെൽറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ലെയർഡ് ഐസ് പെല്ലറ്റ്സായ ഹെയിൽ സ്റ്റോൺസ് ഫോം ചെയ്യുന്നു. മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് മൗണ്ടൻസിന് മുകളിലൂടെ റൈസ് ചെയ്യാൻ നിർബന്ധിതമാകുമ്പോൾ അവ കൂളാകുകയും കണ്ടൻസ് ചെയ്യുകയും വിൻഡ്വേർഡ് സ്ലോപ്പുകളിൽ ഓറോഗ്രാഫിക് അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ലീവേർഡ് സൈഡിൽ താഴേക്കിറങ്ങുന്ന ഡ്രൈ എയർ റെയിൻ ഷാഡോ റീജിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഹെവി മൺസൂൺ റെയിൻഫോൾ ലഭിക്കുമ്പോൾ വെസ്റ്റേൺ തമിഴ്നാട് കമ്പാരിറ്റീവ്ലി ഡ്രൈ ആയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. എക്സ്ട്രീംലി ഹോട്ട് റീജിയനുകളിൽ ഇൻറ്റൻസ് ഡേ ടൈം ഹീറ്റിംഗ് വാം മോയ്സ്റ്റ് എയർ റാപ്പിഡായി റൈസ് ചെയ്യാൻ കാരണമാകുകയും കൺവെക്ഷണൽ റെയിൻഫോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇക്വറ്റോറിയൽ റീജിയനുകളിൽ ഈ റെയിൻഫോൾ പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷം സംഭവിക്കുന്നതിനാൽ ഇതിനെ 4 o'clock റെയിൻ എന്ന് വിളിക്കുന്നു. വാം ആൻഡ് കോൾഡ് എയർ മാസുകൾ മീറ്റ് ചെയ്യുമ്പോൾ ലൈറ്റർ വാം എയർ അപ്വേർഡായി ഫോഴ്സ് ചെയ്യപ്പെടുകയും കൂളായി കണ്ടൻസ് ചെയ്ത് സൈക്ലോണിക് റെയിൻഫോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. കോൺട്രാസ്റ്റിംഗ് എയർ മാസുകൾ തമ്മിലുള്ള ഫ്രണ്ട് എന്ന ബൗണ്ടറിയിലൂടെ ഈ റെയിൻഫോൾ ഡെവലപ്പ് ചെയ്യുന്നതിനാൽ ഇതിനെ ഫ്രണ്ടൽ റെയിൻഫോൾ എന്നും വിളിക്കുന്നു. ഒരു സ്മോൾ ഏരിയയിൽ ഷോർട്ട് ഡ്യൂറേഷനുള്ളിൽ സംഭവിക്കുന്ന ഇൻറ്റൻസ് റെയിൻഫോളിനെ ടൊറൻഷ്യൽ റെയിൻ എന്ന് വിളിക്കുന്നു. റെയിൻഫോൾ മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതലാകുമ്പോൾ അതിനെ ഒഫീഷ്യലി ക്ലൗഡ് ബേസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റുകൾ പലപ്പോഴും ഫ്ലാഷ് ഫ്ലഡ്സിനും ഉരുൾപടലുകൾക്കും കാരണമാകുന്നു. കേരളത്തിലെ കവളപ്പാഴ, പുത്തമല, മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ ഇടങ്ങളിൽ കണ്ട ദുരന്തങ്ങൾ ഇതിന് എക്സാമ്പിൾസാണ്. എർത്തിന്റെ എൻറ്റയർ അറ്റ്മോസ്ഫിയറിക് സിസ്റ്റം സോളാർ എനർജി, ടെമ്പറേച്ചർ, വിൻഡ്, റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ എന്നിവ തമ്മിലുള്ള ബാലൻസ്ഡ് ഇന്ററാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു.
അൺസസ്റ്റൈനബിൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമുണ്ടാകുന്ന ഡിസ്റ്റർബൻസുകൾ ഈ ഡെലിക്കേറ്റ് ബാലൻസ് ഡിസ്റപ്റ്റ് ചെയ്യുകയും ഗ്ലോബൽ ക്ലൈമറ്റ് പാറ്റേണുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, റെയിൻഫോൾ എന്നിവ തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പാണ് ഭൂമിയിലെ ജീവനും ക്ലൈമറ്റും തീരുമാനിക്കുന്നത്.